ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ മിൽവിന ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നാണ് നമ്മളാണെങ്കിൽ കസിൻസിൻ്റെ ഒപ്പം 2 സ്ഥലങ്ങൾ പോവാണ്. ആദ്യത്തെ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺവേ കാസിലാണ്. കോൺവേ കാസിൽ ഇവിടുന്ന് കുറച്ച് ദൂരമൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിന്നെ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിൽ ബീച്ചിലാണ് പോകുന്നത്. അതിൻ്റെ പണ്ടത്തെ വീട്ടിൽ നിന്ന് റിൽ ബീച്ചിലേക്കാണെങ്കിൽ കുറച്ച് ദൂരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് റൈറ്റ് നൗ ഇറ്റ്സ് എ പ്രിറ്റി ലൈക്ക് ഹാർഡ് ടു ഗോ ദർ. പക്ഷെ നമ്മൾ ആഞ്ഞാഞ്ഞ് നടക്കുവാണെങ്കിൽ നമുക്ക് അവിടം വരെ എത്താം. പക്ഷെ എനിക്ക് മടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്. അപ്പം റിൽ ബീച്ചിലും കുറച്ച് മിനിറ്റ് മാത്രമൊക്കെ ഉള്ളൂ വണ്ടിക്ക് പോകാം. നടക്കണമെങ്കിൽ കുറേ ദൂരമൊക്കെ ഉണ്ട്. അപ്പം ആദ്യമേ നമ്മൾ പോകാൻ പോകുന്നത് കോൺവേ കാസിലേക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ കോൺവേ കാസിലെത്തിയിട്ട് കാണാം. സോ ഗൈസ്, ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ കോൺവേ കാസിൽ. അതിൻ്റെ അവിടെ തന്നെ കുറേ ബാക്കിലൊക്കെ ഗ്രാസും കാര്യങ്ങളും പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ബിക്കോസ് അപ്പയുടെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഞാൻ ഓൾറെഡി വന്നിട്ടുള്ളതാണ്, ഞാനും അമ്മാവും. അതേപോലെ തന്നെ ഇതാണ് ഇവിടെ തൊട്ടടുത്തായിട്ടാണ് ആ ഒരു പുല്ല് കാണുന്നതിൻ്റെ അവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അവിടെ ഫ്രീ പാർക്കിംഗ് ആണ്. പക്ഷെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തവർക്ക് പൈസ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ഒരു സ്റ്റെയർസ് കയറി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങ് നീണ്ടു പോയി കഴിയുമ്പോഴേക്കും അവിടെ എത്തും. അതിലും ഭേദം ഈ സ്റ്റെയർ കയറാതെ ഇങ്ങനെ പോകുന്നതിനും ഭേദം അല്ലാണ്ട് നടക്കുന്നതാണ്. പക്ഷേ ഇത് ഇച്ചിരി കൂടെ കുറേ കാണാനുണ്ട്, കാഴ്ചകൾ കാണാനുണ്ട് ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ ക്യാമറ ഞാനത് പറ്റുന്നത്രയൊക്കെ വൈഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ 2 കസിൻ. പിന്നെ അതേപോലെ തന്നെ ഒരു കുഞ്ഞുവാവയും കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. അത് ഉറങ്ങുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ ഒരു വോയിസ് ഓവറൊക്കെ എടുക്കുന്നത് എനിക്ക് പനിയുള്ള സമയത്താണ്. പിന്നെ അതേപോലെ തന്നെ ഇതാട്ടോ ഗൈസ് നമ്മുടെ കാസലിൻ്റെ ഫുള്ളായിട്ട് ലെങ്ത് കുറേ ഉണ്ടെങ്കിലും വിത്ത് കുറച്ച് കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ തോന്നുന്നത്. സോറി ഗൈസ്, മലയാള ഭാഷയിൽ ഞാൻ കുറച്ച് പുറകോട്ടാണ്. എൻ്റെ നിഗമനം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അവിടെ തന്നെ ഒരു ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞു ബ്രിഡ്ജ് കൂട്ട്. പിന്നെ അതിൻ്റെ അടിയിലൊരു വൈറ്റ് ബോർഡ് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. മാക്സിമം തരുന്നുണ്ടായിരുന്നു, വൈറ്റ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് എൻ്റെ പേരൻസ്, എൻ്റെ ഗ്രാൻഡ് പേരൻസ്, അതിൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ അത് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബീച്ചാണെന്ന് ചോദിച്ചാൽ ബീച്ചാണ്, ബീച്ച് അല്ലെന്ന് ചോദിച്ചാൽ ബീച്ചല്ല, അങ്ങനെ പറയുന്നൊരു സംഭവമാണ്. ഇവിടെ കൂടി ഇങ്ങനെ ബോട്ടൊക്കെ നമുക്ക് റെൻറ്റിനെടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ റൈഡൊക്കെ പോകാൻ പറ്റും. ഒരു ദിവസത്തേക്കൊക്കെ നമുക്കിങ്ങനെ റെൻ്റ് എടുത്തിട്ട് കുഞ്ഞു ബോട്ടുകളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. കുറേ ക്രാബും ഫിഷും അങ്ങനെ പലതരം മീനും അങ്ങനത്തെ ക്രാബൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ടാണെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാനാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ അപ്പേനോട് ഞാനിങ്ങനെ ബാഗ് ചെയ്തിട്ടാണ് ഗൈസ് എൻ്റെ അപ്പ എനിക്ക് ഈ വീഡിയോസ് ഇങ്ങനെ ഫുൾ വരെ ഈ വീഡിയോ എൻ്റെ അപ്പയാണ് എടുത്തേക്കുന്നത്. എൻ്റെ അപ്പയാണ് എടുത്തേക്കുന്നത്. നിങ്ങളിപ്പോൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി കഴിഞ്ഞാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. അതെ ഞാൻ നിൽക്കുന്നു ഗൈസ്, അവിടെ ഞാൻ നടന്നു വരുവാണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, വെള്ളത്തിനകത്ത് ഭയങ്കര ചെളി വെള്ളമാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇത് ആരോ പോയിന്റ് ചെയ്തതിൻ്റെ അവിടെ ആയിട്ടാണെങ്കിൽ നമുക്കാണെങ്കിൽ കപ്പ് ഫോട്ടോസ്, അങ്ങനെ സിംഗിൾ ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഗൈസ്. എൻ്റെ ആക്സെൻറ്റ് ചില സമയത്ത് മാറിക്കളിക്കുക കേട്ടോ ഗൈസ്. എൻ്റെ ആക്സെൻറ്റ് ഈ വീഡിയോ ഞാൻ പനിയായിരിക്കുന്ന സമയം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ ദാറ്റ്സ് ഐ. എന്തേലും നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി. അതേപോലെ തന്നെ എനിക്ക് ഈ മിസ്റ്റേക്ക് ഒന്നും തിരുത്താൻ താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ വീഡിയോയ്ക്കകത്ത് ലാൻഡ്ലിഡിനോട് അതൊക്കെ ഞാനാണെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എനിക്ക് അറിയില്ല. ബിക്കോസ് ലൈക്ക് ദാറ്റ്സ് എ വെൽഷ് വേർഡാണത്. വെൽഷ് വേർഡ് ആയതുകൊണ്ട് അത് വെൽഷിൽ ആ ഒരു ഭാഷ
ജനിക്കുമ്പോൾ തൊട്ട് അറിയാവുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ട് അറിയാം. അപ്പം ഞാനാണെങ്കിൽ ഇതിപ്പോൾ പഠിച്ചല്ലേ വരുന്നുള്ളൂ. ഞാനിപ്പം വെൽഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് ആകെ 2 വർഷം എങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അത്ര ഒരു ഇതേ ഉള്ളൂ. പക്ഷേ 6ാം ക്ലാസ്സിൽ വെച്ച് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ലായിരുന്നു വെൽഷ്. പക്ഷേ ഇപ്പം കുറച്ച് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ആണെങ്കിൽ അങ്ങോട്ട് കുറേ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഇങ്ങനെ നാട്ടിലൊക്കെ ഇങ്ങനെ നാട്ടിലല്ല, കുറച്ചും കൂടെ വേറെ ഇന്ത്യയിലുള്ള വേറെ സ്ഥലത്തൊക്കെ മീൻ പിടിക്കാൻ പോകുന്നിടത്തില്ലേ, അവിടത്തേക്ക് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു കേട്ടോ. അവിടെ നിരനിരാന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ നിരനിരാന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇട്ടിട്ടാന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ അവരാണെങ്കിൽ അവിടെ ഒരു മീനൊക്കെ പിടിച്ചിട്ടാണെങ്കിൽ അവർക്കാണെങ്കിൽ ക്രാബും ഫിഷും ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഞാനതൊന്ന് കാണുന്നുണ്ടായിരുന്നു. Guys, I'm really sorry about it because നമ്മളാണെങ്കിൽ കോൺവേ കാസിലും ബീച്ചിലും പോകാൻ പറ്റുന്ന ഒരു വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ബീച്ചിൽ പോകുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. സോ ദാറ്റ്സ് വൈ ഞങ്ങൾ ബീച്ചിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം മറന്നുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് വൈൻഡപ്പ് ചെയ്യാനും പറ്റിയില്ലായിരുന്നു. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി കേട്ടോ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ലവ് യു, ബൈ.